ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെമ്മീൻ വെച്ചിട്ട് നല്ലൊരു അടിപൊളി വിഭവമാണ് ട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ട്ടോ. കൂടെ ബെല്ലൈക്കണം കൂടെ ഒന്ന് അമർത്തണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്യാം. പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്താൽ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം മാഗ്നേറ്റ് ചെയ്ത ചെമ്മീൻ നമ്മൾ പൊരിച്ചെടുക്കണം കേട്ടോ. പൊരിച്ചിട്ട് വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് അതിനൊരു ബ്രൗൺ കളർ ആക്കണ വരെ വേവിക്കണം കേട്ടോ. ഞാനിതൊരു 5 മിനിറ്റോളം വേവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലത്തെ ബ്രൗൺ കളറായിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ ഇതിനെ. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് 3 സബോള, 3 തക്കാളി, 2 പച്ചമുളക്, ഇഞ്ചും വെളുത്തുള്ളി പേസ്റ്റ്, പുതിനയില, വേപ്പില ഇതൊക്കെ ആവശ്യമാണ് കേട്ടോ. ഇനി വീണ്ടും പാൻ ചൂടാക്കിയിട്ട് സബോള ഒരു ഗോൾഡൻ കളർ ആവണ വരെ വഴറ്റുക. അതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക. അത് ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യണം നമ്മൾ ചെയ്യണത്. പച്ചമുളക് ആഡ് ചെയ്തിട്ടും വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് തക്കാളി ഇട്ടു. തക്കാളി ഇട്ടതിന് ശേഷം കുറച്ച് വേപ്പില ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ വീണ്ടും ഇളക്കി കൊടുക്കുകയാണ്. അതിന് മല്ലിച്ചപ്പും പുതിനയും കുറച്ചുണ്ടായി, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്രഷ് ചെയ്തിട്ട് കുരുമുളക് മാറ്റി വെച്ചിട്ടുണ്ടായിട്ടാ, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് വേവണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേർക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂണോളം ഗരം മസാലൻ്റെ പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഈ മസാലയുടെ കുത്തുമാറണ വരെ ഇളക്കി കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും ഇളക്കണം കേട്ടോ. ആ മസാലയുടെ മണം മാറണ വരെ ഇളക്കുക. ഒരു 2-3 മിനിറ്റോളം ഇളക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനില്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഈ മസാല ചെമ്മീനിൽ പിടിക്കണ പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റോളം ഇളക്കി നന്നായിട്ട് കുക്ക് ചെയ്യട്ടോ, ഈ മസാല ഒക്കെ അതിലേക്ക് ചേരണവരെ. ഇപ്പം ഏകദേശം നമ്മളെ ചെമ്മീൻ്റെ ഡീപ്പ് ഫ്രൈ ഏകദേശം തയ്യാറായിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നല്ല എരിവുണ്ടാവും. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല എരിവ് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും മുളക് പൊടിയും കുരുമുളക് ഇട്ട് നിങ്ങളെ എരിവ് പാകത്തിന് ഇട്ടാൽ മതി കേട്ടോ. അപ്പം നല്ല അടിപൊളി ചെമ്മീൻ ക്രഷ് ഫ്രൈ തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമോസിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. അതാണ് ഇതിലത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഏതൊരു വിഭവം ഉണ്ടാക്കിയാലും ആൾക്കിനെ ടേസ്റ്റ് ചെയ്യണം. അതൊരു ചടങ്ങായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇമു ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം എന്താണെന്ന് അറിയിക്കും കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇഷ്ടപ്പെട്ടു.